ഞങ്ങൾ ഈ സ്റ്റോറിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് സാൻ ഫെർണാണ്ടോ എന്ന ചരക്ക് കപ്പലിൻ്റെ ഞങ്ങൾക്ക് മാത്രമായി കിട്ടിയ എക്സ്ക്ലൂസീവ് ആകാശ ദൃശ്യങ്ങളാണ്. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ മൊത്തം മുടക്കുമുതലായ 8,493 കോടി രൂപയിൽ അദാനി ഗ്രൂപ്പ് മുടക്കിയത് 1/4 തുകയാണ്. നഷ്ടസാധ്യത ഇല്ലാതാക്കാനുള്ള പണമായി ശേഷിക്കുന്ന തുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ് മുടക്കിയിരിക്കുന്നത്. ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തിയാകുമ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ ആകെ മുതൽ മുടക്ക് 8,493.44 കോടി രൂപ. ഇതിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള തുറമുഖ നിർമ്മാണത്തിന്റെ ചെലവ് 4,089 കോടി രൂപയാണ്. ശേഷിക്കുന്ന തുക അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുടക്കിയതാണ്. 4,089 കോടി രൂപയുടെ 60%മായ 2,454 കോടി രൂപയാണ് അദാനി ഗ്രൂപ്പ് മുടക്കിയത്. ഇതിൽ ശേഷിക്കുന്ന 1,635 കോടി രൂപ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ് മുടക്കിയത്. ഈ തുകയുടെ 50% വീതമാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും മുടക്കിയിരിക്കുന്നത്. ഇതിൽ ബഹുഭൂരിപക്ഷം തുകയും മുടക്കിക്കഴിഞ്ഞു. ഹെഡ്കോയിൽ നിന്നെടുത്ത വായ്പയുൾപ്പെടെയുള്ള തുകയാണ് വിഴിഞ്ഞത്തിനായി സംസ്ഥാനം ചെലവഴിച്ചത്. 500 ഏക്കർ സ്ഥലം ഏറ്റെടുത്തതിലെ ചെലവും ഇതിൽ ഉൾപ്പെടും. 7,525 കോടി രൂപ ലക്ഷ്യമിട്ട് തുടങ്ങിയ പദ്ധതിക്ക് 1,000 കോടി രൂപയാണ് ഇപ്പോൾ അധിക വിനിയോഗം വേണ്ടിവന്നത്. 2034 മുതൽ വരുമാനം ലഭിച്ചു തുടങ്ങുമെന്നാണ് കരാർ. പ്രാഥമിക പഠനമനുസരിച്ച് സർക്കാരിന് 2034-ൽ 12.33 കോടി രൂപയാണ് ലഭിക്കുക. പരമാവധി വരുമാന വിഹിതം 40%. 2035-ൽ 25.98 കോടിയും 2036-ൽ 40.97 കോടി രൂപയുമാണ് ലഭിക്കുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.